പിന്നെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയിട്ട് നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും വാങ്ങിച്ച് നീ ഭാഗം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കണ്ട, സബ്സ്ക്രൈബ് ആയിട്ട് നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും കമന്റ് ചെയ്യുക, ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ആഗ്രഹിക്കുന്നില്ല, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രേണുസുതി തന്നെയാണേ. രേണുസുതിയെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് രേണുസുതിനെ കുറിച്ചല്ല. നമ്മളുടെ ഈ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ പൊന്നോമിന്റെ പുത്രനായിട്ടുള്ള രജിത് കുമാർ സാറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്ത ആളുകളെയൊക്കെ മറ്റൊരു കാലത്ത് ഒപ്പോസ് ചെയ്ത് പറയേണ്ട ഒരു സാഹചര്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമകരമായ ഒരു സാഹചര്യമാണ്. ഏതായാലും നമുക്ക് കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ കണ്ടന്റ് തുടങ്ങാം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രജിത് കുമാർ സാറ് രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തപ്പോഴത്തേനും പല വെകിളി പരിപാടികൾ കാണിച്ചു. ഈ വെകിളി പരിപാടികളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഒരു സാധനം ഉണ്ടാവും, നമ്മൾ തുടക്കത്തിൽ കാണിച്ച സാധനം നിങ്ങൾ വൈറലായത് കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ രേണുസുതി 1-2 ഷോർട്ട് ഫിലിം അഭിനയിക്കുകയും കൂടുതൽ നെഗറ്റീവ് വരുന്നൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ രജിത് കുമാർ സാർ രേണുസുതിനെ ഉപദേശിക്കുന്ന സാധനമാണെന്ന് കേൾക്കുന്നത്. നമുക്ക് ആദ്യം അവിടെ നിന്ന് തന്നെ കേട്ടു തുടങ്ങാം. ഉപദേശിക്കുക അതായത് അവന്റെ കൂടെ എങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നിനക്ക് വയറ് നിറയെ തരും, നീ കഷ്ടപ്പെടേണ്ടി വരും, എന്റെ പൊന്നു കുഞ്ഞ ബുദ്ധിമുട്ടേണ്ടി വരും, നമ്മൾ ഭാവിയെ നോക്കി മുന്നോട്ട്. ഇങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറ. രേണു കിടന്ന് കഷ്ടപ്പെടുന്നത് രേണുവിന് അറിയത്തില്ല. ഇതിന്റെ നല്ല വശങ്ങളൊന്നും കിട്ടത്തില്ല, മോശം വശങ്ങളെ കിട്ടത്തുള്ളൂ. ഇപ്പൊ രേണുവിനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത് രജിത് സാറാണ്. അതിലേക്ക് നമുക്ക് വരാം. ആയതുകൊണ്ടാണ് ഞാൻ സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. വിരോധമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരൻ ഏറ്റവും വിരോധം ഉണ്ടാകുന്ന സാധനം തന്നെ പറഞ്ഞത്. അത് ദാസേട്ടൻ കോഴിക്കോട് ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഉണ്ടാകുന്നു, വേറെ വല്ലൊരു വരുന്ന പുഴുപ്പിച്ച് പറഞ്ഞേനെ. ഇനി നമ്മൾ ഈ രജിത് കുമാർ സാറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്നൊരു സ്വഭാവം പുള്ളിക്കാരനുണ്ട്. പുള്ളി ആദ്യം ഒക്കെ ഭയങ്കരമായിട്ട് ഉപദേശിക്കും, പിന്നെ ഈ ഉപദേശത്തിന് വിഭിന്നമായി പുള്ളിക്കാരൻ തന്നെ സഞ്ചരിക്കും. പുള്ളിക്കാരൻ ഒരു നന്മയുടെ പ്രതിച്ഛായയിലാണ് നമുക്ക് മുമ്പിലേക്ക് കടന്നു വന്നത്. പുള്ളി ഒരു നന്മയോളിയാണ്. പുള്ളിക്കാരനെ കുറിച്ച് ഈ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട വിഷയം ചോദിക്കുമ്പോഴത്തേനും ഒരു ദിവസം മുമ്പ് പുള്ളി കൊടുത്ത ഇന്റർവ്യൂവിൽ, ഒരു ദിവസം മുമ്പ് കൊടുത്തായിരിക്കത്തില്ല, ഒരു ദിവസം മുമ്പ് റിലീസായ ഇന്റർവ്യൂവിനകത്ത് രേണുസുതിയുമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി അവിടെയും നന്മ നിറഞ്ഞാടുന്നൊരു മരമായി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ നന്മ മരത്തിന്റെ അതും കൊണ്ടു കാണാം. രേണുസുതിയുമായിട്ട് ഒരു പ്രശ്നം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. രേണുസുതിയോട് മോളെ നിന്റെ പോക്ക് ശരിയല്ല, സൂക്ഷിക്കൂ എന്നുള്ളത്. അങ്ങനെ അതൊരു വ്യക്തിയുടെ ലൈഫിലേക്കുള്ള അമിതമായിട്ടുള്ള കടന്നുകയറ്റല്ലേ? അതെ, ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു, ഇപ്പൊ റിയൽ കേരള സ്റ്റോറിയിലൂടെ കൊടുക്കുന്ന സന്ദേശങ്ങൾ കുറയണം. അല്ലെങ്കിൽ ഒരു നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെടുത്ത് നമ്മളെ ലഹരി ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്. ഈ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ തുള്ളിച്ചാടി നടക്കുമ്പോൾ മോളെ നീ ഒന്ന് ശ്രദ്ധിക്കൂ, നീ നശിച്ചു പോകും, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നല്ല മനസ്സോടെ പറയുന്നത്. ദാസേട്ടന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നശിച്ചു പോകും. ദാസേട്ടൻ ഇത് കേട്ടാ ചീത്ത വിളിക്കും. അമിതമായാൽ അമിതം വിഷം ആണെന്ന് പറയും. ഒരു അഡ്വൈസിനെ അപ്പൊ നീ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ യഥാർത്ഥത്തിൽ രേണുസുതി എന്നുള്ള ഒരു മീഡിയം മാത്രമാണ്. ഏതൊരു വ്യക്തി നശിച്ചു പോകാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു സാധാ വ്യക്തിയായിട്ട്, നേരത്തെ സന്തോഷം പറഞ്ഞു, ആ മകനെ ഞാൻ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാക്കി, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാക്കി. അതാണ് ആവശ്യം. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തന്റെ മുന്നിൽ കാണുന്ന തെറ്റായ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകും, അല്ലെങ്കിൽ തകർന്നു പോകും എന്ന് കാണുന്നതിൽ ഒരു ഉത്കണ്ഠ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്നേഹപൂർവ്വം ശാസിക്കും. സ്നേഹപൂർവ്വം ശാസിച്ചതാ. നമ്മുടെ മുമ്പിലുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോകില്ല, നശിച്ചു പോകില്ല, തെറ്റായ പാതയിലൂടെ പോകില്ല, അതുകൊണ്ട് നമ്മൾ ശാസിച്ചതാ. അതായത് ദാസേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നശിച്ചു പോകും. ഞാൻ കുറെ വെളിപ്പരിപാടി കാണിച്ചാൽ നശിക്കത്തൊന്നുമില്ല, അതിന്റെ മൂല്യമേറും. ദൈവികമായ കാര്യങ്ങളാണല്ലോ ഞാൻ ചെയ്യുന്നത്. പറ അങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇതിന് മുമ്പേ പോയിട്ട് അടി വാങ്ങിച്ച പാർട്ടിയാണ്.
അപ്പൊ നീ ആ വഴി പോവാതിരുന്നത് നിനക്ക് നല്ലതാണ്. ഞാൻ ഇതിന് മുമ്പ് പോയി തോറ്റതാണ്, നീ ഇതേപോലെ പോകരുത്. ഞാൻ ഇതിനു മുമ്പ് ഈ വഴിയെ പോയിട്ട് എന്നെ മൂർഖാക്കിയതാണ്, നീയും അതേ വഴിയെ പോകരുത്. പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോകും. ഇത് തന്നെയാണ് രേണുസുധിയോട് പറയുന്നതും ആരോട് പറയുന്നതും. ഈ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ഇന്നത്തെ കുട്ടികളിലും രക്ഷകർത്താക്കളിലും കുറെ പേർക്ക് ഇഷ്ടമല്ലാത്തത്. പുള്ളി ഓൾറെഡി ആ വഴിക്ക് പോയിട്ട് പുള്ളിയുടെ ചെവിക്കല്ല് പൊളക്കനെ ഒരെണ്ണം കിട്ടി. അതുകൊണ്ടാണ് മറ്റൊരാൾ ആ വഴി കൂടെ പോകരുതേ എന്ന് പുള്ളിക്കാരൻ്റെ നല്ല മനസ്സോടെ പുള്ളിക്കാരൻ ഉപദേശിക്കുന്നത്. ഈ ഉപദേശിച്ച പുള്ളിക്കാരൻ അന്ന് ഉപദേശിച്ചപ്പോൾ പുള്ളി നന്മയുടെ പാതയിലായിരുന്നു. അതിനുശേഷം പുള്ളി എപ്പോഴോ പാത ഒന്ന് മാറിപ്പോയി. ഇതായിരുന്നു നന്മയുടെ പാത, ഇതായിരുന്നു നന്മയുടെ പാത ചെറുതായിട്ടൊന്ന് മാറിപ്പോയെന്നൊരു സംശയമുണ്ട്. ഈ പുള്ളിക്കാരൻ കാലാകാലങ്ങളായി സിനിമയിൽ കയറാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പുള്ളി സിനിമയിലൊക്കെ കയറി. അങ്ങനെ ഇരുന്നപ്പോഴാണ് രേണുസുധിയുടെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി റോക്കറ്റ് വിട്ട പോലെ കയറി പോകുന്ന പുള്ളിക്കാരെ കണ്ട സാഹചര്യത്തിൽ പുള്ളിക്കാരന് മനസ്സിലാക്കി, മോളെ ഇത് തെറ്റാണ്, നിനക്ക് ഭയങ്കര നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്, ഞാൻ എൻ്റെ നല്ല മനസ്സിന് പറയാണ്, കൊല്ലസുധി എൻ്റെ സ്വന്തം സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഉപദേശിച്ചതിന് ശേഷവും രേണുസുധി വീണ്ടും നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരിയുടെ പേരും പ്രശസ്തിയും വാനോളം ഉയർന്ന് പാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ആ പ്രശസ്തി നമ്മൾ ഉപയോഗിക്കണ്ടേ? പുള്ളിക്കാരൻ ഉപയോഗിച്ചു. ഈ ഉപദേശമൊക്കെ കൊടുത്തിട്ട് ദാസേട്ടനോട് വന്നു കഴിഞ്ഞാൽ നീ തുള്ളിച്ചാടി അങ്ങ് ആ പുള്ളിക്കാരനങ്ങ് പോകും, നീ പെട്ടുപോകുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നമ്മുടെ ജയിച്ചാർ ചെയ്ത് കണ്ടോണേ. ഈ നമ്മള് വീടിന്റെ കതകിന്റെ ജനലൊക്കെ തുറക്കുമല്ലോ, അതേപോലെയാണ് പുള്ളിക്കാരൻ രേണുസുധീനെ പിടിച്ച് തിരിക്കുന്നത്. നമുക്ക് പരാതിയില്ല കേട്ടോ, രേണുസുധിക്ക് പ്രശ്നമില്ലാത്തടത്തോളം നമുക്ക് ഒരു പരാതിയില്ല. നമ്മൾ ഇതിവിടെ അഭിസംബോധന ചെയ്യുന്നത് രജിത് സാറിന്റെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് മാത്രമാണ്. ഇവര് ഒന്നിച്ചു പോയാലും തലയും കുത്തി നിന്നാലും ദാസേട്ടൻ്റെ കൂടെ പോയാലും രജിത് സാർ തലയും കുത്തി നിന്നാലും ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ വന്ന ആറ്റിറ്റ്യൂഡ് മാറ്റത്തെ കുറിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യുന്നു എന്ന് മാത്രം. അതിനുശേഷം പുള്ളിക്കാരനപ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി രേണുസുധിയോട് ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ രീതിയിൽ എന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ല, പുള്ളിക്കാരിയുടെ കൂടെ നിന്ന് അടുത്തിടപഴകുക, പുള്ളിക്കാരിയായിട്ട് ചേർന്നൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കൂടെ കയറുമെന്ന് ചിന്തിച്ചു. കയറിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതിനുശേഷം പുള്ളിക്കാരൻ രണ്ട് നടിമാരുമായിട്ട് ഇതേപോലെ ഒരു വാതിൽ തുറപ്പൽ മേളം നടത്തിയിട്ടുണ്ട്. നമുക്ക് ആ വാതിൽ തുറക്കുന്നതാണ്. പുള്ളിക്കാരൻ ബലപൂർവ്വമാണ് അവിടെ കൈ വെച്ചത് കേട്ടാ. എടുത്തങ്ങ് എറിയുക. പുള്ളിക്കാരൻ്റെ ആരോഗ്യം മൊത്തം പുള്ളിക്കാരൻ കാണിക്കുകയാണ്. നടന്നു പോകുന്നു പുള്ളിക്കാരൻ റോക്കറ്റ് പോലെ നടന്നു വന്നു. ആ പെൺകുട്ടി കൂടെ നിന്ന പെൺകുട്ടി ഈ കയ്യിൽ എന്തോ പിടിക്കുന്നത് കണ്ടില്ലേ, കൈയെടുത്ത് മാറ്റാനായിട്ടുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് തോന്നുന്നത് ആ പുള്ളിക്കാരിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. രജിസ്ട്രാർ പുള്ളിക്കാരൻ ബലപൂർവ്വമായിട്ട് ചെയ്തതാണ്. അതും തെറ്റൊന്നുമല്ല കേട്ടോ. പുള്ളിക്കാരൻ ഇത് റാംഫാക്കിലൊക്കെ ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഒരാളുടെ പെർമിഷൻ നമുക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്ക് ഒന്നുകൂടെ ആ ഭാഗം കാണാം. വേണ്ട, എടുത്ത് തിരിച്ചു വെക്കുന്നു, നടന്നു പോകുന്നു. ഈ സൈഡിൽ നിൽക്കുന്ന കുട്ടിയെ ശ്രദ്ധിച്ചോണം. ആ കുട്ടി ഇപ്പൊ രജിസാറിന്റെ കൈ ഇതാണ്ട് പിടിച്ചു മാറ്റാൻ നോക്കുന്നു, വീണ്ടും പിടിച്ചു മാറ്റാൻ നോക്കുന്നു. പുള്ളിക്കാരി ബലപൂർവ്വമായിട്ട് അത് പിടിച്ചു മാറ്റാൻ നോക്കുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് താല്പര്യമില്ലാതെന്ന് മനസ്സിലാവുന്നു. എന്തായത് എന്നൊക്കെ അവർ ചോദിക്കുന്നതൊക്കെ നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രേണുസുധി വെൽ ഡൺ മിസ്റ്റർ രജിത് സാർ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല സംഭവം, ഇവര് കാറിലേക്ക് പോകുന്ന സമയത്തും മറ്റു കുറെ കാര്യങ്ങളിലും ഈ രജിത് സാറ് ഡബിൾ മീനിങ് ആണെന്ന് തോന്നുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഡബിൾ മീനിങ് ആണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ട് തീരുമാനിച്ചു. ഞാനൊന്നും പറയണമെന്നില്ല കേട്ടോ. എന്താവും എന്തോ നാളെ വീഴുമ്പോ നേരെ നോക്കണേ. സേഫല്ലേ? ഞാൻ സേഫാണോ മാത്രം നോക്കിയാണ്. എന്നോട് ആർക്കും ഈ ലോകത്ത് എവിടെയും വരാം. ഒന്നെങ്കിൽ രജിത് സാർ നന്മയുടെ പദയിൽ പോകും, ഇല്ലെങ്കിൽ രജിത് സാർ ഒരു സാധാരണക്കാരന്റെ പദയിൽ പോകും. അതായത് പുള്ളിക്കാരൻ അറിയാം ഇപ്പൊ രേണുസുധിയോട് ഇച്ചിരി പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രവേഴ്സി ആകും, ഞാനും കൂടെ കയറി പോകുന്നറിയാം. അങ്ങനെ പോകാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരൻ പല ഡയലോഗുകളും പറയുന്നത്. ഞാൻ അങ്ങ് കൊണ്ടുപോവുകയാണേ, റെക്കോർഡിംഗ് ആണേ, ഞാൻ എൻ്റെ കാറ് കയറ്റി കൊണ്ടുപോവുകയാണേ, അങ്ങനെയാണേ ഇങ്ങനെയാണേന്നൊക്കെ പറയുന്നു. അതിനുശേഷം വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ഇത് മാറ്റി പറഞ്ഞു, എൻ്റെ കൂടെ ഓർക്കും വരാം, എൻ്റെ കൂടെ വരുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇത് അന്ന് ദാസേട്ടനെ ഉപദേശിച്ച ആളാണ്. അതായത് ഈ ഉപദേശവും
ഉന്തിക്കൊണ്ടുപോലും നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം ഇത് മാത്രമല്ല, മറ്റ് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം പുള്ളി നമ്മൾ മുമ്പ് പറഞ്ഞ തന്നെ ദ്വയാർത്ഥം എന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന സാധനങ്ങൾ പറയും. ദ്വയാർത്ഥം തന്നെ ആണോ എന്ന് അറിയത്തില്ല. അതിൽ ഞാൻ നിങ്ങളെ അടുത്തും കൂടെ കേൾപ്പിക്കാം. കാറിൽ കയറിയിട്ട് ബാലൻസ് കാണിക്കുന്ന പരിപാടി നമുക്ക് നോക്കാം. രണ്ടുപേർക്കൂടെ നിയമം തെറ്റിക്കില്ല. ഇത് നമുക്ക് കണ്ടറിയാം രജിത് സാർ അത് വൈറലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സീറ്റ് ബെൽറ്റ് ഇതിലേ ഇട്ടിട്ട് അതിലേ വലിച്ചെടുത്ത് ഇതിലേ കൊണ്ട് കുത്തിക്കൊടുത്ത് ഇത് ശരിക്കും പുള്ളിക്കാരൻ അതൊന്ന് വൈറലാക്കുക, ഒരു കോൺട്രവേഴ്സി ആക്കുക, ഇച്ചിരി ഒന്ന് ഫെയിം കയറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചെയ്താണ്. രജിത് സാറ് ബുദ്ധിമാനായിരിക്കും, പക്ഷെ കണ്ടു നിൽക്കുന്ന എല്ലാവരും പൊട്ടന്മാരാണെന്ന് ചിന്തിക്കില്ല. ഇത് കണ്ടറിയാം പുള്ളിക്കാരൻ അതിന് വേണ്ടി തന്നെ ചെയ്തതാണ്. ഇത് മറ്റേതെങ്കിലും പുരുഷന്മാരായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ കമ്പോളം എടുത്തന്നെ. രജിത് സാർ ആയിട്ട് കുഴപ്പമില്ല. പുള്ളി കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്തോ ശേഷിയിൽ എന്നൊക്കെ. ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി കൂടി. ഇതിനകത്ത് ഈ വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകൾ ഇത് MVDക്ക് ടാഗ് ചെയ്യുന്നുണ്ട്. കാരണം മുൻ സീറ്റിൽ ഒരാൾ, കോ പാസഞ്ചർ ഒരാളും ഡ്രൈവർ ഒരാളുമാണ് ഇരിക്കേണ്ടത്. അവിടെ 2 സ്ത്രീകളെ ഇരുത്തി 2 പേർക്കും കൂടെ ചേർത്തൊരു സീറ്റ് ബെൽറ്റ് ഇട്ട് ആണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ MVD കാണപ്പെടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെറ്റി കിട്ടാൻ കൂടെ ഞാൻ പ്രാർത്ഥിക്കാം. ഇതിനുശേഷം പക്ക ഡബിൾ മീനിങ് സാധനങ്ങൾ പറയുന്നുണ്ട്. ഇത് ഡബിൾ മീനിങ് അല്ല എന്ന് പുള്ളി അവകാശപ്പെടുമായിരിക്കും. പക്ഷേ രേണു സുധിക്ക് മനസ്സിലായത് ഡബിൾ മീനിങ് ആണ്, ചോദിച്ചവന് മനസ്സിലായത് ഡബിൾ മീനിങ് ആണ്, പറഞ്ഞ രജിത് സാറിന് മനസ്സിലായത് ഡബിൾ മീനിങ് ആണ്. നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കോ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അതൊക്കെ കുഴപ്പമില്ല. ഗിയറിൽ കയറി ഇരിക്കില്ല. അത് രേണുവിനും അത് നല്ല രീതിക്ക് മനസ്സിലായി. പുള്ളി വേറൊരു മീനിങ്ങിൽ തന്നെയാണ് ഇതിന് ഉത്തരം പറഞ്ഞതെന്ന്. ഈ ചോദിക്കുന്ന, അതായത് ഈ നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, പച്ചക്കുയിൽ, ചുവന്ന കുയിൽ, ഈ കുയിലുകളെല്ലാം ചോദിക്കുന്നത് ഈ രേണുവിന് നെഗറ്റീവ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതിന് അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. അവർക്ക് വ്യൂവർഷിപ്പാണ് വേണ്ടത്. അപ്പോൾ പുള്ളിക്കാരി ഇത്തരത്തിലുള്ള നെഗറ്റീവിൽ നിന്ന് കൊടുക്കുമ്പോഴത്തേനും അത്തരം നെഗറ്റീവ് ചോദ്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാരോട് ചോദിക്കുന്നത്. ഈ രജിത് സാറിന് എന്ത് പറ്റിയെന്നുള്ളത്, ഇനി രാത്രി തലയ്ക്കും അടി കിട്ടിയോ? ഇത്രയും നാളും നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കൂ കുഞ്ഞുങ്ങളെ, നന്മയാണ് വേണ്ടത്, ഉപദേശമാണ് വേണ്ടത്, ഞാൻ വഴിയിൽ കൂടി പോയിട്ട് എനിക്ക് അടി കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് നമുക്ക് തുള്ളിച്ചണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്താണ് സംഭവം എന്നൊരു പിടിയും കിട്ടിയില്ല. ഏതായാലും വൈറലാകാൻ ചെയ്തതാണെങ്കിൽ നല്ലതാണ് സാറേ. നമ്മളുടെ ഒരു വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുക, നമ്മളുടെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ കാണുന്നവനെ പള്ളിയിലച്ചാന്ന് വിളിക്കാതിരിക്കുക. പള്ളിയിലച്ചനെ മാത്രം നമ്മൾ പള്ളിയിലച്ചാന്ന് വിളിക്കുക. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇതിനകത്ത് രേണു എതിരെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല, രജിത് സാറ് എതിരെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല, ദാസേട്ടൻ കോഴിക്കോട് എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഈ രജിത് സാർ അന്ന് ദാസേട്ടൻ കോഴിക്കോടിന് കൂടെ പോയി കഴിഞ്ഞാൽ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഇന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ദാസേട്ടൻ കോഴിക്കോട് അതിൽ ഇങ്ങനത്തെ വെളിത്തരമൊന്നും കാണിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പുള്ളി ആ റീലിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. അതിനുശേഷം പുള്ളിയുടെ നേരായ ലൈഫിൽ പുള്ളിക്കാരൻ വേറെ രീതിയിലാണ്. റീലിന് വേണ്ടി അവർ പറയുന്ന ആക്ടിങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആസ് പെർ കമ്പയറിങ് ദാസേട്ടൻ കോഴിക്കോട് ഈസ് മച്ച് ബെറ്റർ. രേണു സുധി ദാസേട്ടൻ കോഴിക്കോടിനൂടെ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. കാരണം പുള്ളിക്കാരൻ രേണുസുധിയെ കുഴിയിലാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. പക്ഷേ രജിത് സാറ് രേണുസുധി ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന രേണുസുധിക്ക് ഒരു തെള്ളും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ബൈ.